നമസ്കാരം. എൻ്റെ പേര് അജ്മൽ. ഞാൻ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയാണ്. ഈ കഴിഞ്ഞ ധനലക്ഷ്മി ബാങ്ക് PO എക്സാം ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം IBPS PO ഫെഡറൽ ബാങ്ക് ഓഫീസർ പോസ്റ്റ് എക്സാംസ് എല്ലാം ക്ലിയർ ആയിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി അപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻട്രിയുടെ ഗോൾഡ് ബാച്ച് മെമ്പറായിരുന്നു. എൻ്റെ ഈ വിജയത്തിന് ഒപ്പം കൂടെ നിന്ന് എൻട്രിയുടെ ടീമിന് വളരെയധികം നന്ദി. താങ്ക് യു. ഞാൻ 2023 PG കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു വെൽ സെറ്റിൽഡ് ജോബിന് വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ ഫീൽഡിൽ തന്നെയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരാൾ ബാങ്കിൽ കയറിയിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഈ ഫീൽഡിലെ സ്കോപ്പ്, ജോലി കിട്ടിയാലുള്ള സാധ്യതകൾ. അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ആദ്യമൊക്കെ കുറച്ച് പാടായിരുന്നു. അപ്പോഴാണ് ആദ്യം സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കി. പിന്നെയാണ് എൻ്റെ ഫ്രണ്ട് വഴി ഞാൻ എൻട്രിയെക്കുറിച്ച് അറിയുന്നത്. അപ്പം അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഗോൾഡ് ബാച്ചാണ് എടുത്തത്. അപ്പം എൻ്റെ മെൻറ്റർ ലിബിയ മാം ആയിരുന്നു. അപ്പം ഫസ്റ്റ് 3 to 4 months നമുക്കൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. എങ്ങനെ ഓരോ ഡേ ഇത്ര വീഡിയോസ് വെച്ച് കംപ്ലീറ്റ് ചെയ്യണം. റെക്കോർഡ് സെഷൻ കാണും, ലൈവ് സെക്ഷൻ കാണും. അങ്ങനെ ഫസ്റ്റ് 3-4 months ഓക്കെ ആയിരുന്നു. നമുക്കൊരു സ്ട്രക്ചർ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഈസി ആയിട്ട് അത് ഫോളോ ചെയ്താൽ മതിയായിരുന്നു. പിന്നെ അങ്ങോട്ട് ഞാൻ തന്നെ ഓരോ പ്ലാൻ ഉണ്ടാക്കി. ഇപ്പം ഇന്ന ഡേ ഇത്രയും കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ഓൾമോസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു 7-8 hours 1 day വെച്ച് പഠിക്കുമായിരുന്നു. പിന്നെ അങ്ങോട്ട് എക്സാമിന് ഒരു 2 months ഒക്കെ ബാക്കിയുള്ളായിരുന്നപ്പോൾ ഞാൻ ഒരു ഡെയിലി ഒരു 10 hours വെച്ച് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. എൻട്രി വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ലിബിയ മാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. മാം ഇപ്പോൾ നമ്മളൊരു വാട്സാപ്പിലൊരു മെസ്സേജ് അയച്ചാൽ തന്നെ മാം ഒരു വിത്തിൻ മിനിറ്റ്സ് തന്നെ നമുക്ക് റിപ്ലൈ തരും. ഇപ്പോൾ മാമിന് അറിയാവുന്ന ആൻസർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരും. അല്ലെങ്കിൽ ഇപ്പം വേറെ ഒരാൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ മാം പറയും റെഫർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തന്നെ അക്നോളജ് ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പെട്ടെന്ന് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ മാം അക്നോളജ് ചെയ്യും, എന്നിട്ട് റിപ്ലൈ തരുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിൽ തന്നെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂ സെഷനാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ സാറായിരുന്നു എടുത്തത്. സാർ വളരെ സപ്പോർട്ടീവായിരുന്നു. നമ്മൾ മോക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടക്ട് ചെയ്തായിരുന്നു. അപ്പം സാറ് ഈ മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ബൂസ്റ്ററായിരുന്നു സാറിൻ്റെ ക്ലാസ്. ഇനിഷ്യലി ഒരു ആദ്യത്തെ 3 ദിവസം ഞാൻ പറഞ്ഞ പോലെ സ്ട്രക്ചേർഡ് ക്ലാസ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ലിബിയ മാം പറഞ്ഞത് മോക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങണം. അപ്പം അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പം നമുക്ക് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പം മാം വന്നിട്ട് പറയും എക്സാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പിനകത്ത് നമുക്ക് ഇതിൻ്റെ റിപ്പോർട്ട്സ് ഇടണോ, നമുക്ക് എത്രത്തോളം കിട്ടിയില്ല, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മാം പറഞ്ഞുതരും എങ്ങനെയൊക്കെ നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ബിറ്റ്വീൻ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആദ്യമൊക്കെ ഇനിഷ്യൽ സ്റ്റേജ് എനിക്ക് നല്ല പാടായിരുന്നു. ഒരു 100-നകത്ത് ഒരു 40 ക്വസ്റ്റ്യനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ മറ്റുള്ള സ്റ്റുഡൻസുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് അവരെങ്ങനെ പഠിക്കുന്നത്, എന്തൊക്കെ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത്, അപ്പോൾ നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് നല്ല രീതിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റിയായിരുന്നു. ഒരു 2-3 monthsനുള്ളിൽ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയത്. ഇപ്പോൾ ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ബാങ്കിങ്ങിലേക്ക് ഡിഗ്രി മാത്രം മതി. ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ആർക്കാണെങ്കിലും വരാം, ഏത് ഡിഗ്രി ആണെന്നില്ല. ഇപ്പം ഞാൻ ജോയിൻ ചെയ്തപ്പം എനിക്ക് ആദ്യം കുറച്ച് ഹാർഡായിരുന്നു. എസ്പെഷ്യലി ആപ്റ്റിറ്റ്യൂഡൊക്കെ നല്ല ഹാർഡായിരുന്നു. നമ്പേഴ്സ് കുറച്ച് ഹാർഡായിരുന്നു. പിന്നെ നമ്മൾ ഒരു 3-4 months കൊണ്ട് നമുക്കൊരു ഫൗണ്ടേഷൻ കിട്ടും, എങ്ങനെ പഠിക്കണം, എന്തൊക്കെ നമ്മൾ സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചില ചാപ്റ്റേഴ്സ് ചിലപ്പോൾ ഹാർഡായിരിക്കും. അപ്പം ഞാനിപ്പം പഠിക്കാൻ നേരത്ത് ഇപ്പം എനിക്ക് പ്രോബബിലിറ്റി നല്ല ഹാർഡായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് റെഫർ ചെയ്തപ്പോൾ നമുക്കിപ്പം ഒരു ചാപ്റ്റർ മെയിനായിട്ടൊരു ചാപ്റ്റർ ഇപ്പോൾ ഹാർഡാണെങ്കിൽ ചിലപ്പോൾ ആ ചാപ്റ്ററിന് ചിലപ്പോൾ ഒറ്റ ക്വസ്റ്റിനെ ചിലപ്പോൾ ചോദിക്കത്തുള്ളായിരിക്കും. ഞാനപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ എനിക്കപ്പോൾ പ്രോബബിലിറ്റി നല്ല ഹാർഡായിരുന്നു. അപ്പോൾ ഞാൻ ആ ചാപ്റ്റർ ലീവ് ചെയ്യുക മെയിനായിട്ട് ചെയ്തത്. എന്നുവെച്ചാൽ ആ ജസ്റ്റ് ഒരു ക്വസ്റ്റിന് വേണ്ടി നമ്മൾ ഇത്രയും കഷ്ടപ്പെടേണ്ട. അപ്പം ജസ്റ്റ് ആ ചാപ്റ്ററിനെ ലീവ് ചെയ്ത് ബാക്കിയുള്ള സബ്ജക്ട്സ് ഇത്രയും ഞാൻ കണ്ടിന്യൂ ചെയ്തു. അതേപോലെ തന്നെ ഇപ്പം മെയിൻ തിങ് ഈസ് കൺസിസ്റ്റൻറ്റ്. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് എഫേർട്ട് ഇടുക. അല്ലാതെ ഇപ്പം ഇത്രയും പഠിച്ച് നമ്മളൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ അത് ജസ്റ്റ് ലീവ് ചെയ്യല്. കൺസിസ്റ്റൻ്റായിട്ട് എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് ആരായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. വിത്തിൻ 1 year അല്ലെങ്കിൽ 1 year തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ മേ ബി 2 or 3 നമുക്ക് എന്തായാലും ഇത് നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടാൽ നമുക്കിത് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ പഠനം തുടങ്ങിയപ്പോൾ എൻ്റെ മെയിനായിട്ട് വീക്ക് പോയിൻ്റ് എനിക്ക് തോന്നിയത് ആപ്റ്റിറ്റ്യൂഡാണ്. പിന്നെ ഇംഗ്ലീഷാണ് എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത്. എനിക്ക് കുറച്ച് ഈസി ആയിട്ട് കുറച്ചും കൂടെ പെട്ടെന്ന് മാർക്ക് മേടിക്കാൻ പറ്റിയത് ഇംഗ്ലീഷ് സബ്ജക്റ്റിനോടാണ്. അപ്പം ആപ്റ്റിറ്റ്യൂഡായിരുന്നു എൻ്റെ ഏറ്റവും വീക്കസ്റ്റ് പോയിൻറ്റ്. അപ്പം ഞാൻ ചെയ്തിരുന്നത് റെഗുലറായിട്ട് മോക്ക് അറ്റൻഡ് ചെയ്യും. ഡെയിലി വൈസ് വെച്ച് ചാപ്റ്റർ വൈസ് ഇപ്പം എൻട്രിക്കകത്താണെങ്കിൽ തന്നെ നമുക്ക് ചാപ്റ്റർ വൈസ് നമുക്ക് മോക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പം ഞാൻ ആ ഫീച്ചർ നല്ല രീതിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ ചാപ്റ്റേഴ്സ്, എനിക്ക് ചില ചാപ്റ്റേഴ്സ് ഹാർഡായിരുന്നു. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് വെച്ചിട്ട് ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ മാത്രം മോക്ക് അറ്റൻഡ് ചെയ്യും ഡെയിലി. എന്നിട്ട് പിന്നെ ഫുൾ ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യണം. അങ്ങനെ ഓരോ മോക്ക് അറ്റൻഡ് ചെയ്താണ് ഞാൻ നല്ല രീതിക്ക് അത് ഇമ്പ്രൂവ് ആയത്.
പിന്നെ ഉള്ളത് റീസണിങ് ആയിരുന്നു. റീസണിങ് ചില ചാപ്റ്റേഴ്സ് മാത്രം കുറച്ച് ഹാർഡാണ്. നമുക്ക് ആ ഒരു സ്പീഡ് കിട്ടണം, അതാണ് മെയിൻ ബാങ്കിങ്ങിലേക്കുള്ള ഇത്. സ്പീഡ് ഇത്ര മിനിറ്റിനുള്ളിൽ ഇത്ര ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. അപ്പം നല്ല രീതിക്ക് നമ്മൾ മോക്ക് ചെയ്യണം, നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഒരു ഡേ ഇങ്ങനെ ഓഫ് എടുത്ത് ഓരോ ദിവസം ഇങ്ങനെ ഓഫ് എടുക്കാൻ നിൽക്കല്. ഇപ്പം ഒരു ഡേ ഓഫ് എടുത്താൽ നെക്സ്റ്റ് ഡേ തന്നെ നമുക്കത് പിന്നെ മേക്കപ്പ് ചെയ്യാൻ പറ്റണം. നല്ല രീതിക്ക് അത് നമുക്ക് മൂവ് ഓൺ ചെയ്യണം. ഇനിഷ്യലി നമ്മൾ പഠിക്കുന്നത് ഈ കോൺസ്, റീസണിങ്, ഇംഗ്ലീഷ് ഇതൊക്കെ ആയിരിക്കും. പിന്നെയാണ് നമ്മൾ കറണ്ട് അഫയേഴ്സിലോട്ട് വരുന്നത്. അപ്പം ഇനിഷ്യലി ഈ 3 സബ്ജക്റ്റ് പഠിച്ചപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പാടായിട്ട് തോന്നി. പിന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തപ്പം ഇതിനകത്ത് എൻട്രിക്കകത്ത് തന്നെയാണ് വിശ്വനാഥ് സാറായിരുന്നു എടുത്തത്. പുള്ളി വളരെ നല്ലൊരു സാധനം, നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ഈ സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങും. കറണ്ട് അഫയേഴ്സ്, RBIയുടെ ഹിസ്റ്ററി, പിന്നെ പല ബാങ്കിങ് കാര്യങ്ങൾ, ബാങ്കിങ്ങിനെ കുറിച്ച് ഓരോ ലോണും കാര്യങ്ങളും ഇതെല്ലാം സാർ നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പം എനിക്ക് ആദ്യം കുറച്ച് പാടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുന്തോറും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത് ഓരോ സബ്ജക്ട്സ് എടുക്കുമ്പോഴും. എസ്പെഷ്യലി കറണ്ട് അഫയേഴ്സൊക്കെ ആദ്യം എങ്ങനെ പഠിക്കണം എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ സാറിൻ്റെ ക്ലാസ് തുടങ്ങി, പിന്നെ ഓരോ PDFs ഒക്കെ വായിച്ച് വന്നപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പെട്ടെന്ന് കറണ്ട് അഫയേഴ്സൊക്കെ എക്സാമിനായാൽ തന്നെ നല്ല രീതിക്ക് മാർക്കൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റി. ബാങ്കിങ് ഞാൻ ഇതിലേക്ക് മെയിനായിട്ട് വരാനുള്ള മറ്റൊരു കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെയാണ്. നമുക്ക് ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ വിത്തിൻ 5-6 months നമുക്ക് ജോലി കിട്ടും. എക്സാം പെട്ടെന്നായിരിക്കും. വിത്തിൻ 3 months തന്നെ നമ്മുടെ പ്രിലിംസ്, മെയിൻസ് എക്സാം കംപ്ലീറ്റ് ആവും. ഇൻ്റർവ്യൂ നെക്സ്റ്റ് 1 monthനുള്ളിൽ കംപ്ലീറ്റ് ആവും. പിന്നെ റിസൾട്ട് ജസ്റ്റ് 1.5 months വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിക്ക് ഒഴിവും കാണും. ഒരു 5,000-6,000 ഓളം ഒഴിവ് ഇപ്പോൾ IBPSനായാലും കാണും. പിന്നെ ടോട്ടലായിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫുൾ ക്ലർക്ക് എല്ലാം കൂടെ വരുമ്പോൾ തന്നെ ഇൻ ആൻ ഇയർ ഓൾമോസ്റ്റ് 20,000 ഒഴിവ് കാണും. ഇതാണ് എന്നെ ഫസ്റ്റ് മെയിൻലി ആയിട്ട് അട്രാക്ട് ചെയ്ത്. പിന്നെ നല്ലൊരു സാലറി പാക്കേജ് ഉണ്ട്, നല്ലൊരു റെപ്യൂട്ടഡ് ജോബാണ്. എവിടെ ചെന്നാലും അതിൻ്റേതായ വിലയുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് എന്നെ വളരെ ആകർഷിച്ചത്. അപ്പം ഇതിലേക്ക് ഇനി പഠിക്കാൻ ആഗ്രഹമുള്ളതും ഈ ജോലി കിട്ടാൻ ആഗ്രഹമുള്ളവരും വരണം. എൻ്റെ എല്ലാവിധ ആശംസ.